ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാനായി ചൂടായ പാത്രത്തിലേക്ക് ബട്ടറാണ് ഇടേണ്ടത്. ഒരു 25 ഗ്രാമോളം ബട്ടർ ഇതിനാവശ്യമുണ്ട്. ബട്ടർ നന്നായി ചൂടായി മെൽറ്റായി വരുന്നുണ്ട്. അത് നല്ലൊരു സ്മെല്ലൊക്കെ ആവുമ്പോൾ നമുക്കിതിലേക്ക് നന്നായി അരച്ച് വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി നന്നാക്കി ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. ബട്ടറും വെളുത്തുള്ളിയും കൂടെ നന്നായി വഴന്ന് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. സബോള നന്നായി വഴറ്റി എടുക്കണം. സബോള നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സബോളയും തക്കാളിയൊക്കെ കൂടെ നന്നായി വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ നമുക്കിനി ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്കതിനാവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റി ആവാനും വീണ്ടും വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ രൂപത്തിൽ ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയാണ്. വെന്ത് വരുമ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇനി ഇതിലേക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല സ്വാദിഷ്ടമായ ബുൾസൈ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഡയറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ഉള്ള ഫുഡായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ നമുക്കിഷ്ടമുള്ള എന്തോ വേണമെങ്കിലും പൊറോട്ട, ചോറിന് എല്ലാത്തിനും കൂടെ കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ബുൾസയാണിത്. ഇനി ഇത് സിംഗിളായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ബുൾസൈ രൂപത്തിൽ ഉണ്ടാക്കി വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചെറിയ ലോ ഫ്ലെയിമിലാണ് ഇനി ഇതിങ്ങനെ മെല്ലെ വേവിച്ചെടുക്കേണ്ടത്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് മുകളിലേക്ക് നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. ആവശ്യത്തിന് അല്പം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ല രുചിയായിട്ട് ഇതിനെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.